ആന്റി നാർക്കോട്ടിക് സെൽ വിഭാഗത്തിൻ്റെ 9497979794. മറ്റൊരു നമ്പർ 9497927797. ഈ നമ്പറുകളും കേരള പോലീസ് ആരംഭിച്ച യോദ്ധാവ് എന്ന പദ്ധതിയിലെ 9995966666 എന്ന വാട്സപ്പ് നമ്പറും 24 മണിക്കൂറും ലഭ്യമാണ്. 2025 മാർച്ച് മാസത്തിൽ മാത്രം 1157 ഫോൺ കോളുകൾ യോദ്ധാവ് നമ്പറിലേക്കും 3865 കോളുകൾ ആന്റി ഡ്രഗ് കൺട്രോൾ റൂമിലേക്കും ലഭിച്ചിട്ടുണ്ട്. 2024-2025 വർഷങ്ങളിൽ 18 വയസ്സിന് താഴെയുള്ള 804 പേർക്കും 3566 മുതിർന്നവർക്കും കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട്. 19 പേർക്കും 790 മുതിർന്നവർക്കും മയക്കുമരുന്നിൽ നിന്ന് വിമുക്തി നേടുന്നതിനുള്ള ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. ലഹരി മോചന ചികിത്സ നൽകുന്നതിന് 14 ജില്ലകളിലും വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ചാണ് ഈ സെന്ററുകൾ. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെന്ററിലും കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ലഹരി മോചന ചികിത്സക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡി അഡിക്ഷൻ സെന്ററുകൾ വഴി 2016 മുതൽ ഇതുവരെ IP-യിൽ 1,40,479 പേരും OP-യിൽ 11,277 പേരും ചികിത്സ തേടി. ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലവും ശക്തവുമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ. ഇന്ന് യോഗം ചേർന്നപ്പോൾ എടുത്ത ഈ ഡി അഡിക്ഷൻ സെന്റർ ഒരു കുറവുള്ളത്, മയക്കുമരുന്നിന് വിധേയരായ ആളുകൾ വീടുകളിൽ നിന്ന് പരാതിയൊക്കെ വന്ന് പിടിക്കുന്ന അവസ്ഥ വരുമ്പോൾ അവർ വല്ലാതെ അക്രമാസക്തമാകുന്നുണ്ട്. ഈ അക്രമാസക്തരായ ആളുകളെ താമസിപ്പിക്കുന്നതിനുള്ള ഡി അഡിക്ഷൻ സെന്ററുകൾ, അതിനുള്ള സൗകര്യങ്ങൾ നമ്മളെ ഡി അഡിക്ഷൻ സെന്ററുകളിലില്ല. ആകെ സംസ്ഥാനത്ത് ഒരു സെന്റർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അത് പരിഗണിച്ചുകൊണ്ട് ജില്ലയിൽ അത്തരമൊരു ഡി അഡിക്ഷൻ സെന്റർ കൂടി വേണമെന്ന് തീരുമാനിച്ചിട്ടുമുണ്ട്. ലഹരിയുടെ പിടിയിൽ നിന്നും യുവതലമുറയെ സംരക്ഷിക്കാനും നാടിൻ്റെ സമാധാനവും സന്തോഷവും ഉറപ്പുവരുത്താനും നമ്മളേവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ യുദ്ധമായി കണക്കാക്കണം. നാടൊന്നാകെ തോളോട് തോൾ ചേരേണ്ട സമയമാണിത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും ലഹരി വിമുക്ത കേരളം പടുത്തുയർത്താനും എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നു. യോജിച്ച പ്രവർത്തനത്തിലൂടെ നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിയുക തന്നെ ചെയ്യും.